സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കി കേന്ദ്രം 14 പേർക്ക് പൗരത്വം നൽകി. കേന്ദ്ര നടപടി CAA-ക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ. ന്യൂസ് ക്ലിക്ക് കേസിൽ കേന്ദ്രത്തിന് വൻ തിരിച്ചടി. പുർഗായസ്തയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി. ജയിൽ മോചിതനായി പ്രവീർ പുർഗായസ്ത. പോരാട്ടം തുടരുമെന്നും പുർഗായസ്ത. ന്യൂസ് ക്ലിക്ക് കേസിലെ വിധി മാതൃകാപരവും സ്വാഗതാർഹവുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിധി മോദി സർക്കാരിന് ചികിട്ടത്തേറ്റ അടിയെന്നും ബ്രിട്ടാസ് MP. വിദ്വേഷ പ്രസംഗം തുടർന്ന് നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് നാസിക്കിലെ മോദിയുടെ പ്രസംഗം. സീറ്റ് കിട്ടിയാൽ ഗ്യാൻവാബി പള്ളിക്ക് പകരം ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 300 സീറ്റ് കിട്ടിയപ്പോഴാണ് രാമക്ഷേത്രം നിർമ്മിച്ചതെന്നും ഹിമന്ത. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ഇന്ത്യ സഖ്യം. സമരം പിൻവലിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയകരം. സർക്കുലർ പിൻവലിക്കില്ല, മാറ്റങ്ങൾ വരുത്തും. വാഹനങ്ങളുടെ കാലപ്പഴക്ക പരിധി 18 വർഷമാക്കി ഉയർത്തി. ടെസ്റ്റ് പഴയ പോലെ നടത്തുമെന്നും KB ഗണേഷ് കുമാർ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ രാജ്യം വിട്ടെന്ന സൂചന. പെൺകുട്ടിയെ രാഹുൽ മർദ്ദിച്ചിരുന്നുവെന്ന് മാതാവ്. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. കേസിന്റെ അന്വേഷണ ചുമതല മാറ്റിയതിൽ സന്തോഷമെന്ന് പെൺകുട്ടിയുടെ കുടുംബം. മുഖ്യമന്ത്രിയിലും സർക്കാരിലും പൂർണ്ണ വിശ്വാസമെന്നും പെൺകുട്ടിയുടെ കുടുംബം. രാഹുൽ മകളെ മർദ്ദിച്ചത് സ്ത്രീധനം ആവശ്യപ്പെട്ടു തന്നെയെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. പെൺകുട്ടിയുടെ വേദന കാണാൻ കഴിയാതിരുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. അന്വേഷണം ഏറ്റെടുത്ത പ്രത്യേക സംഘം കേസിൽ SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. SHOയ്ക്കെതിരെ വകുപ്പുതല നടപടികളും ഉണ്ടാകും. ഗുണ്ടകളെ പൂട്ടാൻ ഓപ്പറേഷൻ ആകുമായി പോലീസ്. സംസ്ഥാന വ്യാപക പരിശോധന. നടപടി കഴിഞ്ഞ ദിവസമുണ്ടായ ഗുണ്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്വേഷണ കമ്മീഷനെ വെച്ചതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല. ഫേസ്ബുക്കിൽ തെറി വിളിച്ച സംഭവത്തിൽ അഡ്മിനെ നീക്കം ചെയ്തെന്നും ഉണ്ണിത്താൻ. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ ക്ഷണിച്ചെന്ന വീക്ഷണം മുഖപ്രസംഗം തള്ളി VD സതീശൻ. കോൺഗ്രസോ UDF-ഓ ചർച്ച ചെയ്തിട്ടില്ലെന്നും സതീശൻ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കടലാക്രമണത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. സ്വർണ്ണ നേട്ടം 82.27 മീറ്റർ ദൂരമെറിഞ്ഞ്. ജാർഖണ്ഡിലെ കോൺഗ്രസ് മന്ത്രി ആലംഗീർ ആലാർ അറസ്റ്റിൽ. സെക്രട്ടറി സഞ്ജീവ് ലാലിന്റെ വീട്ടുസഹായിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത കേസിലാണ് ED അറസ്റ്റ്. കേരള കോൺഗ്രസ് ഇടതുമുന്നണി സർക്കാരിന്റെ ഭാഗമാണെന്ന് റോഷി അഗസ്റ്റിൻ. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തലാണ് ഞങ്ങളുടെ ആവശ്യമെന്നും അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും റോഷി അഗസ്റ്റിൻ. ലൈംഗികാതിക്രമ പരാതിയിൽ കേന്ദ്ര സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇഫ്തിഖർ അഹമ്മദിനെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. കണ്ണൂരിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയോട് മോശമായി പെരുമാറിയതിന് റിമാൻഡിലായതിനെ തുടർന്നാണ് നടപടി.
തൃപ്പൂണിത്തുറയിൽ കിടപ്പ് രോഗിയെ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. മകൻ അജിത്തിനെ തൃപ്പൂണിത്തുറ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ അതിക്രമിച്ചു കടന്ന റഷ്യൻ പൗരൻ അറസ്റ്റിൽ. ഇല്യ ഐക്കിമോവിനെയാണ് എറണാകുളം മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ കയറിയതിനാണ് അറസ്റ്റ്. MC കട്ടപ്പനയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. പ്രിയപ്പെട്ട കലാകാരനെ യാത്രയാക്കാൻ കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. തൃശൂരിൽ മയക്കുമരുന്നുമായി അതിഥി തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി അനാറുൽ ഇസ്ലാമിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 250 മില്ലിഗ്രാമിലധികം ബ്രൗൺ ഷുഗർ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പത്തനംതിട്ടയിൽ തീർത്ഥാടക വാഹനം മറിഞ്ഞ് 3 വയസ്സുകാരൻ മരിച്ചു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് സാരമായ പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയവർ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് പുലി പശുക്കുട്ടിയെ കൊന്നത്. പുരപ്പുറ സോളാർ സ്ഥാപിച്ചവർക്ക് ആശങ്ക വേണ്ടെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് സംവിധാനം തുടരുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജുവിന്റെ റൂഫ് ടോപ്പ് ചിത്രം വരച്ച് നവമാധ്യമങ്ങളിൽ വൈറലായി പാലക്കാട് സ്വദേശി. 900 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി സുജിത് സഞ്ജുവിന്റെ ചിത്രം തയ്യാറാക്കിയത്. മാറനല്ലൂരിൽ വൃദ്ധമാതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മകൻ മാതാവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ 14-കാരനെ കണ്ടെത്തി. മല്ലപ്പള്ളി സ്വദേശി ആദിത്യനെ കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന്. ട്രെയിൻ യാത്രക്കിടെ മെർച്ചന്റ് നേവി വിദ്യാർത്ഥി കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു. കുട്ടിയെ ഉടൻ നാട്ടിലെത്തി. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന EMS സ്മൃതിയുടെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിൽ സിറ്റിംഗ് നടത്തി. കമ്മീഷൻ അംഗം P റോസയുടെ അധ്യക്ഷതയിൽ 2 കേസുകൾ തീർപ്പാക്കി. 3 കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ജില്ലാതല സെമിനാറിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്നു. ചെയർമാൻ A അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജൂൺ ആദ്യവാരം സെമിനാർ നടത്തുന്നതിന് തീരുമാനമായി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 18 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ അറിയിച്ചു. പത്തനംതിട്ട ആമ്പൂരിൽ പാസ്റ്റർക്കും വിശ്വാസിക്കും വെട്ടേറ്റ സംഭവത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു പറയത്തുകാട്ടിൽ അപലപിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് യുവാവ് അടിച്ചു തകർത്തു. മധൂർ പട്ന സ്വദേശി ഗണേഷാണ് ലഹരിയിൽ എയ്ഡ് പോസ്റ്റ് അടിച്ചു തകർത്തത്. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും നടുറോഡിൽ ആക്രമിച്ചു. രക്ഷിക്കാനെത്തിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർക്കും മർദ്ദനമേറ്റു. ആക്രമണത്തിന് പിന്നിൽ 3 ബൈക്കുകളിലായി എത്തിയ സംഘം. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബെണ്ടിച്ചാൽ സ്വദേശി തസ്നിമാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം മടത്തറയിൽ സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ.
അലമൺ സ്വദേശി രാജേഷിനെ മർദ്ദിച്ച കേസിൽ മറ്റൊരു ബസ്സിലെ ഡ്രൈവർ സജിനും സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPM നേതാവ് PV സത്യനാഥന്റെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൊയിലാണ്ടി പെരുവട്ടൂർ സ്വദേശി അഭിലാഷാണ് കേസിലെ ഏക പ്രതി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് കുറ്റപത്രത്തിൽ. കാസർഗോഡ് സഹകരണ സൊസൈറ്റിയുടെ പണം തട്ടി മുങ്ങിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. ആദൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സൊസൈറ്റി സെക്രട്ടറി K. രതീശനെതിരെ. പാലക്കാട് ഒറ്റപ്പാലം പ്രീ പ്രൈമറി വിദ്യാലയത്തിലെ ക്ലാസ് മുറികളുടെ ചുമരുകളിൽ ചിത്രം വരച്ചു കളറാക്കി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും. മൈലുംപുറം ALP സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ് മുറികളിലാണ് വർണ്ണാഭമായ ചുമരുകൾ ഒരുക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പുകൾ രാജ്യത്തെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ അറസ്റ്റുകളെ കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥർ, CBI, നാർക്കോട്ടിക് വകുപ്പ്, റിസർവ് ബാങ്ക്, ED എന്നിവയുടെ പേരിൽ സൈബർ കുറ്റവാളികൾ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. കൊച്ചി കപ്പൽശാലയ്ക്ക് യൂറോപ്പിൽ നിന്ന് പുതിയ കപ്പൽ നിർമ്മാണ കരാർ. ഒരു ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വെസലിന്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള 1000 കോടിയോളം രൂപയുടെ കരാറാണിത്. മഞ്ഞപ്പിത്തം വ്യാപകമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണം. രോഗം കണ്ടെത്തിയ മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയർന്നു. ഏപ്രിലിൽ മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ തോത് 1.26% വർദ്ധിച്ചു. 13 മാസത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ചായ, കാപ്പി ഉപയോഗം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഭക്ഷണത്തിന് മുൻപും ശേഷവും കുറഞ്ഞത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ചായയോ കാപ്പിയോ കുടിക്കരുതെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം പുരോഗമിക്കുന്നു. 985 പ്രവൃത്തികളാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. 844 ഓടകൾ, 58 മഴക്കുഴി, 8 കുളം, 75 സ്ഥലങ്ങളിൽ പുല്ലും കാടും വൃത്തിയാക്കൽ എന്നിവ ഉടൻ പൂർത്തിയാക്കുമെന്ന് വിവരം. RSSും BJPയും നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് നിക്ഷേപകർ പ്രക്ഷോഭത്തിലേക്ക്. BJPയുടെ കീഴിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിന്റെ തകരപ്പറമ്പിലെ ഓഫീസിലും വഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിലും പ്രതിഷേധം. വിയന്നയിൽ അന്താരാഷ്ട്ര വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മലയാളി അസോസിയേഷൻ. അന്താരാഷ്ട്ര വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പാലാ സിക്സസിന് വിജയം. ടൂർണമെന്റ് വിജയികൾക്ക് മലയാളി അസോസിയേഷന്റെ പ്രഥമ പ്രസിഡന്റ് ജോസ് കിഴക്കേക്കരയുടെ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച്. CPM കൂട്ടിലങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. പദ്ധതി നിർവഹണത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷന്റെ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ വെയർഹൌസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നു. D.Pharm, B.Pharm ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപൂർത്തിയാകാത്ത അന്ധയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മുളന്തുരുത്തി സ്വദേശി ജയകുമാറാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ വീട്ടിൽ വൈദ്യുതി നിലച്ചപ്പോൾ ഫ്യൂസ് കെട്ടാനെത്തിയപ്പോഴായിരുന്നു പീഡനം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പളങ്ങി സ്വദേശിനി ആര്യ ശിവജിയാണ് മരിച്ചത്. 2ാം വർഷ BA മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു. സംസ്ഥാനത്ത് കോളേജുകളിൽ 4 വർഷ ബിരുദം ആരംഭിക്കുമ്പോൾ അധ്യാപകരുടെ ജോലിഭാരം ക്രമീകരണത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ. ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം ഉചിതമായ നടപടിയുണ്ടാകുമെന്ന് അധ്യാപക അനധ്യാപക സംഘടനാ നേതാക്കളെ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു.
കൊല്ലത്ത് കള്ളുഷാപ്പും സ്കൂളും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പ്രചരിക്കുന്ന പോസ്റ്റ് നുണയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2007 സർക്കാരിൽ നിന്നും അഫിലിയേഷൻ ലഭിക്കാത്തതിനാൽ നിർത്തലാക്കിയ ശ്രീ ചിത്തിര തിരുനാൾ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്ന CBSE സ്കൂളിന്റെ ചിത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അപകടകരമായി കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ നല്ല നടപ്പിന് വിടാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം. കാർ ഓടിച്ചിരുന്ന ഓച്ചിറ മേമന സ്വദേശി മർഫീൻ അബ്ദുൾ റഹീമിന്റെ ലൈസൻസ് റദ്ദാക്കും. കൈതപ്പുഴ കായലിൽ അരൂർ ഇടക്കൊച്ചി പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മണൽത്തിട്ട ദ്വീപായി രൂപപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമാകുന്നു. മണൽത്തിട്ട വർഷങ്ങൾ കഴിയുമ്പോൾ കായലിന് നടുവിൽ ദ്വീപ് പോലെ രൂപപ്പെട്ടേക്കാമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നത്. എഴുപത്തിയഞ്ചാം വയസ്സിലും പ്രായം തളർത്താത്ത കർഷകൻ വിളവെടുത്ത കപ്പ വിൽപ്പന നടത്താനാവാതെ ബുദ്ധിമുട്ടുന്നു. കളാർ മുണ്ടമാണിയിലെ എലുമ്പനാണ് വിളവെടുത്ത കപ്പ വിറ്റൊഴിക്കാനാവാതെ വിഷമിക്കുന്നത്. 5 കിഞ്ചലോളം കപ്പ ആരും വാങ്ങാൻ ആളില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷന് വിളിപ്പാടകലെ രാസാവശിഷ്ടം അടങ്ങിയ മാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തുന്നതായി പരാതി. പ്ലൈവുഡ് കമ്പനി ഉടമയുടേതടക്കം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഭൂമിയാണ് വ്യാപകമായി പുറന്തള്ളിയ രാസമാലിന്യങ്ങളടക്കം ഉപയോഗിച്ച് നികത്തുന്നത്. കണ്ണൂർ മലപ്പട്ടത്ത് വിവാഹ വീട്ടിൽ വാക്കേറ്റവും സംഘർഷവും. ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദനമേറ്റ നിലയിൽ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേർക്കെതിരെ മയ്യിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്ത് 63-കാരൻ മരിച്ചത് സ്വന്തം മകന്റെ മർദ്ദനമേറ്റാണെന്ന ബന്ധുവിന്റെ മൊഴിയിൽ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിളവൂർക്കൽ പൊച്ചയിൽ പാറപ്പൊച്ച പൂവണം വിള വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത്. സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ രാജേഷിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്താകുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്. UPയിൽ BJPയെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്നും സച്ചിൻ പൈലറ്റ്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് അധിക്ഷേപിച്ച പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദു മുസ്ലിം വേർതിരിവ് കാണിക്കുന്ന ദിവസം തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി. വാസ്തവ വിരുദ്ധ പ്രചാരണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപം വിവാദമായതിനു പിന്നാലെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ പരിഹസിച്ച് നടൻ പ്രകാശ് രാജ്. വിക്രമും പ്രകാശ് രാജും അഭിനയിച്ച തമിഴ് ചിത്രം അന്യനിലെ രംഗം പങ്കുവച്ചാണ് വിമർശനം. മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ വീഡിയോയിൽ. വിമാനത്തിൽ മോഷണം പതിവാക്കിയയാൾ ദില്ലി പോലീസിന്റെ പിടിയിൽ. ദില്ലി പോലീസിന്റെ പിടിയിലായത് 200-ലധികം വിമാനങ്ങളിൽ മോഷണം നടത്തിയ രാജേഷ് കപൂർ. സന്ദേശ് ഖാലിയിലെ ലൈംഗികാരോപണ കേസിൽ പിടിയിലായ BJP നേതാവ് പിയാലി ദാസിനെ 8 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലാ കോടതിയുടേതാണ് വിധി. ചണ്ഡീഗഡ് മുൻ മേയറും മുൻ BJP MLAയുമായ രോഹിത റെവറി കോൺഗ്രസിൽ ചേർന്നു. BJPയിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് രോഹിത റെവറി. പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരിയും നോബൽ ജേതാവുമായ ആലിസ് മൺറോ അന്തരിച്ചു. 1 ദശാബ്ദത്തിലേറെയായി ഡിമെൻഷ്യ ബാധിച്ചിരുന്ന ആലിസ് ഒന്റാറിയോയിലെ കെയർ ഹോമിലാണ് കഴിഞ്ഞിരുന്നത്. റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി US. ഇതിനുള്ള ബില്ലിൽ പ്രസിഡന്റ് ബൈഡൻ ഒപ്പുവെച്ചു. ഉക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടാണ് US നടപടി. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിന്റെ 4ാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധ വിഭാഗമായ ഹൂതികൾ. ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന് ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിദ്വേഷ പ്രചാരണം അഴിച്ചുവിടുന്ന ബിജെപിക്കെതിരെ പ്രതിഷേധവുമായി യുകെയിലെ ഇന്ത്യൻ പ്രവാസികൾ. ദളിത് OBC വിഭാഗത്തിലുള്ളവരെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ ജാഗ്രതാ സമ്മേളനം നടത്തി. വർദ്ധിച്ചുവരുന്ന റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈന് അമേരിക്കൻ പിന്തുണ. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച അപ്രഖ്യാപിത നയതന്ത്ര ദൌത്യവുമായി കീവിലെത്തിയപ്പോഴാണ് പിന്തുണയെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിഭവങ്ങൾ അങ്ങ് വൈറ്റ് ഹൌസിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഗോൽഗപ്പ, ഖോയ തുടങ്ങിയ ഇന്ത്യൻ വിഭവങ്ങൾ വൈറ്റ് ഹൌസ് മെനുവിൽ ഇടം നേടി. ഇതുവരെ വൈറ്റ് ഹൌസ് റിസപ്ഷൻ മെനുവിൽ സമൂസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ അംഗത്വം നൽകണമെന്ന പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. പ്രമേയം അവതരിപ്പിച്ചത് ഒരു നല്ല നടപടിയായി കാണുന്നുവെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ രുചിര കാംബോജ് പ്രത്യേക സെഷനിൽ പറഞ്ഞു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു.